പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ നിന്ന് ഇതാ ദൈവരാജ്യത്തിൻ്റെ ദൂതനായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം ഒരുമിച്ച് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എല്ലാ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ പീഡകളും ദുരാത്മ സൈന്യനിരകളുടെ ശല്യങ്ങളും ക്ഷീണവും മടുപ്പും രോഗപീഠകളും വിട്ടുപോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ദൈവജനം ഒന്നിച്ച് സ്തുതിക്കട്ടെ. സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. കുഞ്ഞുങ്ങളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകല ജനമതങ്ങളും ഇപ്പോൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, യേശുവിന്റെ നാമത്തിന് അത്ഭുത ശക്തിയാൽ തിന്മകളും അതിന്റെ കോട്ടകളും ഇപ്പോൾ തകരട്ടെ. യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 13-14 തിരുലിഖിതങ്ങൾ. എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ്, ആടുകളെയും കാളകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചി തീറ്റയും വീഞ്ഞുകുടിയും. നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കുമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. സൈന്യങ്ങളുടെ കർത്താവായ ഞാനാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലിരിക്കട്ടെ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ അവിടുന്ന് തൊട്ടുണർത്തിയ ഓരോ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ദൈവനിഷേധത്തിൻ്റെയും നിരീശ്വര ചിന്തയുടെയും എല്ലാ യുക്തിവാദത്തിന്റെ അരൂപികളും ശക്തികളും സ്വാധീനങ്ങളും ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ദൈവനിഷേധവും നിരീശ്വര ചിന്തയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. ദൈവനിഷേധവും നിരീശ്വര ചിന്തയും യേശുവിൻ നാമത്തിൽ തകരട്ടെ. നാദാതിനാഥന മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നാദാതിനാഥന മിശിഹാനാഥ, നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. നിന്നാമം ഭൂവിലെങ്ങും നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും യുവതി യുവാക്കന്മാരിലേക്കും യേശുവിന്റെ നാമത്തിന് ശക്തി മിന്നൽ പിണരുകൾ പോലെ, ഇടിമിന്നൽ പോലെ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുനാമത്തിൽ തിന്മയുടെ കോട്ടകൾ തകരട്ടെ. യേശുനാമത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുനാമത്തിൽ നിരാശ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ വൈരാഗ്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിൽ ദുഃഖം വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ എല്ലാ തരത്തിലുള്ള കുറ്റബോധത്തിന് കെട്ടുകൾ അഴിയട്ടെ. ഭയം വിട്ടുപോകട്ടെ. ആകുലതകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും തകർച്ചകളും പകർച്ചവ്യാധികളും രോഗപീഠകളും ഇപ്പോൾ വിട്ടുമാറി അത്ഭുത വിടുതൽ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 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 യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ തിരുലിഖിതം. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ 5 പൈസയുടെ നന്മ കൊണ്ടുവരാത്ത ഒരു സംഗതിയാണ് പാപം എന്നുള്ളത്. എന്നാൽ ഈ പാപം ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തി വെക്കുന്നുണ്ട്. ഒരു പക്ഷേ വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുവാണ് പാപം എന്നുള്ളത്. എന്നാൽ
ഇത് അനേകം വ്യക്തികൾ തിരിച്ചറിയുന്നില്ല. ഇത് ഒരുവൻ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ ഒരുപാട് തകർച്ചകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ഭവിക്കുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തി തരുന്നത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാം തിരുലിഖിതം, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് ആ വ്യക്തിയിൽ പിന്നീട് ദൈവത്തിൻ്റെ ചൈതന്യം ശക്തി പ്രാപിക്കുന്നില്ല. ദൈവത്തിൻ്റെ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നില്ല. അവൻ എത്രമാത്രം ദൈവിക കാര്യങ്ങൾ കേട്ടാലും അതിൽ പങ്കുചേർന്നാലും അവൻ ഒരു അനുഭവവും ഇല്ലാതെ തിരിച്ചു പോകേണ്ട ഒരു സംഗതിയാണ് പാപം വന്നു കഴിഞ്ഞതിന് ശേഷം ഓരോ ദൈവ പൈതൽ സംഭവിക്കുന്നതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വസിക്കുന്നില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വസിക്കുന്നില്ല. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആദ്യമേ സംഭവിക്കുന്ന തകർച്ച ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ തകർച്ച നേരിടുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം, കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റ തകർച്ചയിലേക്ക് എത്തിക്കുന്നത് പാപം എന്ന ഒരു പ്രതിഭാസമാണ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തി അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ ശത്രുവായി തന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, ജഡീക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അവന് കഴിയുകയുമില്ല. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. വേറൊരു വാക്യം പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ തകരുന്നത് ദൈവവുമായുള്ള ബന്ധമാണ്. അവൻ ദൈവത്തിൻ്റെ പൈതൽ അല്ലാതായി മാറുന്നു. അവനിൽ ദൈവവുമായുള്ള ബന്ധം പരിപൂർണമായും വിച്ഛേദിക്കപ്പെടുന്നു. അവൻ ഒരു ഇരുട്ടിലേക്ക് നിബന്ധിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയിൽ പാപം സംഭവിക്കുന്ന അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവൻ ദൈവത്തോട്, ദൈവിക കാര്യങ്ങളോട് വലിയ ശത്രുതയിലേക്ക് നീങ്ങുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്നാണ്. യേശു ക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു, കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് ചുറ്റുമുണ്ടായിരുന്ന ഫരീസയരും നിയമജ്ഞന്മാരും വലിയ പണ്ഡിതന്മാരെല്ലാം അവർ ഒരുപാട് പുണ്യങ്ങൾ, നന്മകൾ ചെയ്യുന്നവരായിരുന്നെങ്കിലും അവരുടെ അന്തരംഗത്തിൽ പാപം കുടിയിരുന്നത് കൊണ്ട് യഥാർത്ഥ ദൈവ സാന്നിധ്യത്തോട് അവർക്ക് വെറുപ്പ് തോന്നിയിരുന്നു, ഇറിറ്റേഷൻ തോന്നിയിരുന്നു. ഇന്നും എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഞാനും നിങ്ങളും വരപ്രസാദ അവസ്ഥയിൽ നിന്ന് വീണ് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തോടൊരു വിരസത, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ, ആത്മീയ രംഗത്ത് വ്യാപരിക്കുന്ന ദൈവദാസന്മാരെയോ ദൈവ ശുശ്രൂഷകരെയോ കാണുമ്പോൾ അവരോട് വെറുപ്പ്, അവരോട് ഇറിറ്റേഷൻ, അവരോടൊരു ശത്രുത, സഭയോട് ശത്രുത, വിശുദ്ധ കൂദാശകൾ, കുംഭസാരം, കുർബാന, സന്ധ്യാപ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അകൽച്ച, അതിന് പങ്കെടുക്കാൻ തോന്നാതിരിക്കുക, പള്ളി പോകാൻ തോന്നാതിരിക്കുക, കുംഭസാരം നീട്ടി വെക്കുക, സന്ധ്യാപ്രാർത്ഥന സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് ചിന്തിക്കുക, കുർബാനയ്ക്ക് പകുതി സമയമാകുമ്പോൾ കയറി ചെല്ലുക. ഇങ്ങനെ ആത്മീയ കാര്യങ്ങളോട് വിരസത നിറഞ്ഞ ഒരു മനോഭാവം എൻ്റെ മേലും നിങ്ങളുടെ മേലും പിടിമുറുക്കുന്നതിനുള്ള ഒരു കാരണം ഞാനും നിങ്ങളും പാപം ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:37 പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു? എൻ്റെ വചനം നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വരപ്രസാദം ഇല്ല, വിശുദ്ധിയില്ല, വചനമില്ല, ആത്മീയതയില്ല. അതുകൊണ്ട് ദൈവിക കാര്യങ്ങളോട് ശത്രുത തോന്നുകയാണ്.
നോക്കുക, ദൈവത്തോടുള്ള ബന്ധം പാപം തകർത്തു കളയുന്നു. രണ്ടാമതായി, പാപം ദൈവത്തോട് ശത്രുത ഉൽപ്പാദിപ്പിക്കുന്നു. മൂന്നാമതായി, പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-10 തിരുലിഖിതങ്ങൾ. ഇവിടെ ഒരു വലിയ വസ്തുത ദൈവവചനം പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി പാപം ചെയ്യുന്നതോടുകൂടെ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രഭാഷകൻ 15-ാം അധ്യായം 9-ാം തിരുലിഖിതം. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം സ്വീകരിക്കുന്നില്ല. സ്തോത്രഗീതം ഉണർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തെ പാടി സ്തുതിക്കാൻ, ദൈവത്തെ ബലിയർപ്പിച്ച് ആരാധിക്കാൻ, നന്നായിട്ട് പ്രാർത്ഥന ചൊല്ലാൻ, ഉച്ചത്തിൽ സ്ഫുടമായി ദൈവിക കാര്യങ്ങൾ ഉച്ചരിക്കാൻ, ആത്മീയ സന്തോഷത്തോടെ പള്ളിയിൽ പോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലാൻ, എല്ലാ ആത്മീയ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാൻ പ്രചോദനം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. വചനം പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തി പാപം ചെയ്യുന്നതോടുകൂടെ ദൈവിക കാര്യങ്ങളിൽ ആഹ്ലാദത്തോടെ മുഴുകാനുള്ള ആ ആത്മീയ പ്രചോദനം പാപി സ്വീകരിക്കുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 15:9. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം സ്വീകരിക്കുന്നില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന നാലാമത്തെ തകർച്ച, ദൈവത്തോടുള്ള ബന്ധം തകരുന്നത് മാത്രമല്ല, അവൻ ദൈവത്തോട് ശത്രുതയിലാകുന്നത് മാത്രമല്ല, അവന് ദൈവീക കാര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, അവൻ്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ കുത്തഴിഞ്ഞ് തകർന്ന് തരിപ്പണമാകും. എത്രമാത്രം ഉന്നതയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്രമാത്രം വെൽ ടു ഡു ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണെങ്കിലും ശരി, എത്രമാത്രം സാമ്പത്തിക അടിത്തറയുള്ള വ്യക്തിയാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പാപം ചെയ്യുമ്പോൾ പാപം സാമ്പത്തിക മേഖലയുടെ അടിത്തറ തകർക്കും. ദൈവത്തിൽ നിന്നും ഒഴുകി വരുന്ന ദൈവിക നന്മകൾ, ദൈവിക നന്മയുടെ പ്രവാഹം പാപം തടസ്സപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 24-25 തിരുലിഖിതങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം. അവിടുന്ന് യഥാസമയം മഴ പെയ്യിക്കുന്നു, ശരൽക്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നമുക്ക് നൽകുന്നു, വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള തകർച്ച മാത്രമല്ല, സ്വന്തം സാമ്പത്തിക മണ്ഡലത്തിൻ്റെ തകർച്ച കൂടി പാപം വിളിച്ചു വരുത്തുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള തിരുലിഖിതങ്ങൾ. നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും അപ്പോൾ നിങ്ങൾ നിന്ദിക്കും. അപ്പോൾ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിന് മഴ ലഭിക്കും, ധാന്യം സമൃദ്ധമായി വിളയും. നിങ്ങളുടെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലമുഴുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. വലിയ സമൃദ്ധിയുടെ ഒരു പ്രഖ്യാപനം യെശയ്യാ 30-ാം അധ്യായം 22 മുതലുള്ള തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പാപം ഇരിക്കുന്നിടത്തോളം കാലം എല്ലാ തരത്തിലുള്ള ദൈവീക നന്മകളും പാപം അവിടെ തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ ഒരു വ്യക്തി പാപം ഉപേക്ഷിക്കുമ്പോൾ യെശയ്യാ 30:22 പഠിപ്പിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് മലിന വസ്തുക്കൾ എന്നതുപോലെ നിങ്ങൾ വലിച്ചെറിയും. അപ്പോൾ നീ വിതയ്ക്കുന്ന വിത്തിന് മഴ കിട്ടും. അപ്പോൾ നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ മേയും. അപ്പോൾ നിന്റെ നിലങ്ങളിൽ ധാന്യം സമൃദ്ധമായി വിളയും. ഇന്ന് കുടുംബത്തിൽ വലിയ സമൃദ്ധിക്ക് തടസ്സം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കണം.
ഏതെങ്കിലും കാലത്ത് പാപം ചെയ്ത് വരപ്രസാദാവസ്ഥ നഷ്ടപ്പെടുത്തി, വിശുദ്ധി നഷ്ടപ്പെടുത്തി, തീഷ്ണത നഷ്ടപ്പെടുത്തി, ദൈവത്തെ ആരാധന ഉപേക്ഷിച്ച്, ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ച്, സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിച്ച് തന്നിഷ്ടപ്രകാരം നടന്നിട്ടുണ്ടെങ്കിൽ നാം അന്ന് ചെയ്തത് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയുടെ അടിത്തറയാണ് നമ്മൾ കശക്കി ദൂരെ എറിഞ്ഞത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കഠിനാധ്വാനമാണ് ആ വ്യക്തിയെ സാമ്പത്തികമായി ഒന്നാം നിലയിൽ എത്തിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കരുത്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക മേഖലകളുടെ ഉയർച്ചയുടെ അടിത്തറ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സുഭാഷിതം 10:22. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഇറ്റ് ഈസ് ദ ലോർഡ്സ് ബ്ലെസ്സിങ്സ് ദാറ്റ് മേക്സ് യു വെൽത്തി, ഹാർഡ് വർക്ക് മേക്സ് യു നോ റിച്ചർ. ദൈവത്തിന് അനുഗ്രഹമാണ് എന്നെ നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ കെണിവെക്കുകയാണ്. ആദ്യ മാതാപിതാക്കന്മാരുടെ കാര്യം ചിന്തിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ആദവും ഹവ്വയും എല്ലാ നന്മയും അനുഭവിച്ച് എല്ലാ സന്തോഷത്തിൻ്റെ നിറവിൽ ദൈവത്തോട് കൂടെ ജീവിച്ചു വരികയായിരുന്നു. ദൈവത്തെ അവർക്ക് നേർക്കുനേർ കാണാം. അവർക്ക് ഒരു സ്നേഹിതനോ എന്ന പോലെ ദൈവത്തോട് സംസാരിക്കാം. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്നു, എല്ലാം ദൈവത്തോട് പറയുന്നു. ഇവരും ദൈവവും തമ്മിൽ ഒരു പ്രത്യേക കൂട്ടുകെട്ട്. അങ്ങനെ ദൈവവുമായുള്ള ഐക്യത്തിൽ എല്ലാ നന്മയും അനുഭവിച്ച് ജീവിച്ചിരുന്ന ആദത്തിനും ഹവ്വയ്ക്കും എല്ലാം നഷ്ടപ്പെടുത്തിയത് എന്താണ്? അവരുടെ ജീവിതത്തിൽ വന്ന പാപം അവരുടെ ജീവിതത്തിൽ കൊടിയ നാശം വിധിച്ചു. അവരനുഭവിച്ചിരുന്ന മുഴുവൻ നന്മയും നഷ്ടപ്പെടാനുള്ള ഏക കാരണം അവരുടെ ജീവിതത്തിലേക്ക് കയറി വന്ന പാപമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവൻ്റെ പാപമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായം ഈശോ പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും ദൈവ പൈതൽ എന്ന നിലയിലാണെങ്കിൽ, ആദത്തെ പോലെ ഹവ്വയെ പോലെ ദൈവപിതാവിൻ്റെ മകൻ, ദൈവപിതാവിൻ്റെ മകൾ എന്ന നിലയിൽ പിതാവായ ദൈവത്തിനുള്ള മുഴുവൻ സമ്പത്തിൻ്റെയും അവകാശികളാണ് നമ്മൾ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, എൻ്റെ പിതാവിനുള്ളതെല്ലാം എനിക്കുമുള്ളതാണ്. യോഹന്നാൻ 16:15, എൻ്റെ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഇത് ഈശോയ്ക്ക് മാത്രമല്ല, ഈ ദൈവപിതാവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്ന, ദൈവപിതാവിൻ്റെ ആ വിശുദ്ധിയിലും വരപ്രസാദാവസ്ഥയിലും ജീവിക്കുന്ന, പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണതയിൽ വിശുദ്ധി ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും പിതാവായ ദൈവത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെയും അവകാശമുണ്ട്. പിതാവിനുള്ളതെല്ലാം എനിക്കുമുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വലിയ സമ്പന്നതയിൽ നിന്ന് എന്നെയും നിങ്ങളെയും നിലം പതിപ്പിച്ച് അന്ധകാരക്കുഴിയിൽ വെറും കരിക്കട്ട പോലെ ആക്കുന്ന വലിയ വലിയ നാശത്തിൻ്റെ ശക്തിയാണ് പാപം എന്നുള്ളത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സംഭവിക്കാമെന്ന് വെച്ച് ഏറ്റവും വലിയ തകർച്ചയാണ് പാപം ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് പാപം എന്നുള്ളത്. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം, രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ പാപം ചെയ്തിട്ടുണ്ടാകാം. കഴിഞ്ഞ കാലം ഒരുപാട് വീഴ്ച വന്നു, മദ്യപാനം ഉണ്ടായി, വെറുപ്പുണ്ടായി, തമ്മിൽ കലഹമുണ്ടായി, വരപ്രസാദാവസ്ഥ നഷ്ടപ്പെട്ട് വിരോധത്തിൽ ജീവിക്കുന്നു. എങ്കിൽ മകനെ, മകളെ, നീ ഇന്ന് യേശുക്രിസ്തുവിലേക്ക് വരിക, ക്രൂശിതനായ യേശുക്രിസ്തുവിലേക്ക് വരിക. ഈ യേശുക്രിസ്തുവിൽ നിനക്ക് രക്ഷയുണ്ട്. ഈ യേശുവിനെ നിന്റെ സ്വന്തം ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, യേശുവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ കർത്താവായി വാഴണമേ, എൻ്റെ അധിപതിയായി വാഴണമെന്ന് പറഞ്ഞ് യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിന് നിനക്ക് രക്ഷയുണ്ട്. നീ ആ യേശു ക്രിസ്തുവിനെ വിളിച്ച് നിന്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് എന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ യേശു ക്രിസ്തുവിനെ ആരാധിച്ചാൽ നിനക്ക് വീണ്ടും വിശുദ്ധി, വീണ്ടും അഭിഷേകം, വീണ്ടും വരപ്രസാദാവസ്ഥ, പിതാവിൻ്റെ മകൾ, പിതാവിൻ്റെ മകൻ എന്ന നിലയിൽ നിനക്ക് വീണ്ടും ഉയർച്ചയുണ്ട്. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദരം തുറന്ന് ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, മരണത്തെ ജയിച്ചവനെ, യേശുവേ, മരണത്തെ ജയിച്ചവനെ, യേശുവേ, ജീസസ് ക്രൈസ്റ്റ്, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി യേശുവേ, കർത്താവായി അവിടുന്ന് വരണമേ, എന്റെ ഹൃദയത്തിൽ വസിക്കണമേ, പാപത്തെ തകർക്കണമേ, പാപത്തെ ഉപേക്ഷിക്കുന്നു,
മലിന വസ്തുവിനെ എന്ന പോലെ പാപത്തെ വലിച്ചെറിഞ്ഞ് യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Lord Jesus. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥ, വാവായൻ സ്നേഹനാഥ, വന്നോ വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 2-ാം തിരുലിഖിതം. ബന്ധനസ്ഥയായ ജെറൂസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. ഈ നിമിഷങ്ങളിൽ തഴക്കദോഷങ്ങളിൽ വീണ് കിടക്കുന്നവർ, വർഷങ്ങളായി പാപത്തിന്റെ ബന്ധനത്തിൽ അമർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നവർ, കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പാപച്ചങ്ങലകൾ തകരട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശു നാമത്തിൽ തകരട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ തിരുരക്തം അത്ഭുതമായി കെട്ടുകൾ അഴിയട്ടെ, നിറയട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, സമൂഹങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, അതിശയങ്ങൾ സംഭവിക്കട്ടെ. Lord Jesus. എൻ്റെ പേര് സിബി എന്നാണ്. വീട് കോതമംഗലം അടുത്ത് കുട്ടമ്പട എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്കൊരു 8 മാസങ്ങൾക്ക് മുമ്പ് ചെറിയൊരു പനി വന്നു. പനി വന്ന് മരുന്ന് വാങ്ങിച്ചു, കുറഞ്ഞില്ല. വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് വന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തത്തിൻ്റെ ഏറ്റവും കൂടിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: മോനെ, ഈ രോഗം വളരെ ചുരുക്കം ആളുകൾക്കാണ് വരാറുള്ളത്. വന്നു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം പോസിറ്റീവായി പോയി. അപ്പോൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കിഡ്നി ആദ്യം ലിവറിന് പിടിക്കും, വീണ്ടും ലിവർ രണ്ടും വർക്ക് ചെയ്യാതെയായി കിഡ്നി കയറി പിടിച്ച് കിഡ്നി രണ്ടും വീക്കായി ആൾ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് വളരെ ചുരുക്കം ആയുസേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ടായി. ഞാൻ മരുന്ന് കഴിച്ചു, ബാംഗ്ലൂരായിരുന്നു, മരുന്ന് കഴിച്ചു. ഒരു മാസത്തോളം ഒരുപോലെ കണ്ണടയ്ക്കാതെ കിടന്ന കിടപ്പിൽ അങ്ങോട്ടും തിരിയാൻ പാടില്ല, ഒരു സൈഡിലേക്കും തിരിയാൻ പാടില്ലാതെയാണ്
ഞാൻ കഴിഞ്ഞിരുന്നത്. ഞാൻ അങ്ങനെ 8 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ ഞാൻ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോഴെല്ലാം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥന വേളയിൽ ഇവിടുന്ന് മെസ്സേജ് വന്നു. ഇങ്ങനെ ലിവറിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയെ യേശു പ്രത്യേകമായിട്ട് ആദ്യം പറഞ്ഞിങ്ങനെ വയറ് വീർക്കുന്ന ഒരു വ്യക്തിയെ യേശു സ്പർശിക്കുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചിന്ത ഇങ്ങനെയായിരുന്നു, വയറ് വീർക്കുന്ന അനേകം ആളുകളുണ്ട്, പല രോഗം കൊണ്ട് വയറ് വീർക്കാം, എൻ്റേതാണെന്നൊരു പൂർണ്ണ ബോധ്യം എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും അടുത്ത മെസ്സേജ് വരികയാണ്, ലിവറിന് പ്രശ്നമായിട്ട് വയറ് വീർക്കുന്ന ഒരു വ്യക്തിയാണ് യേശു സ്പർശിക്കുന്നത്. പ്രിയമുള്ളവർ, വീണ്ടും അടുത്തൊരു മെസ്സേജ് കൂടി പറയുകയാണ്, പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇപ്പോൾ സംശയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയാണ് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 3 മെസ്സേജ് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ ധ്യാനവേളയിൽ സാക്ഷ്യം പറഞ്ഞു എൻ്റെ രോഗം മാറിയതായിട്ട്. തന്നെയല്ല, പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ എറണാകുളത്ത് PVS ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് ഞാൻ ധ്യാനം കൂടിയാരും ഒന്നും പറഞ്ഞില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വേണ്ട സിബി, കുറെ കഴിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഡോക്ടർ, എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം. അദ്ദേഹം ബ്ലഡ് എൻ്റെ നിർബന്ധം കൊണ്ട് ചെക്ക് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടറെ അടുത്ത വഴിക്ക് പെട്ടെന്ന് പറഞ്ഞു, സിബി, ഇതേ നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം മാറിയിട്ടുണ്ട്, നെഗറ്റീവായി മാറിയിട്ടുണ്ട്, എന്താ സംഭവം? ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഇനി എന്തെങ്കിലും മരുന്ന് വേണോ? അദ്ദേഹം പറഞ്ഞു, ഇനി മരുന്നിൻ്റെ ആവശ്യമില്ല, പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആ സെക്കൻഡിൽ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി സെക്യൂനിൽ പോയി ഒരു ധ്യാനം കൂടിയിരുന്നു, അവിടെ വെച്ച് കർത്താവ് എന്നെ അത്ഭുതമായിട്ട് സൗഖ്യപ്പെടുത്തി എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച ബ്ലഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ തീരുമാനമെടുത്തൊരു കാര്യം കൂടിയുണ്ട്, ഇനി മുതൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ അഭിഷേകം തിരികെ എടുത്ത് സുവിശേഷ വേല ചെയ്യുമെന്ന് ദൃഢമായി ഞാൻ തീരുമാനമെടുത്തു. തന്നെയല്ല, അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് ഈ രോഗം ഒട്ടുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റും ഇതാ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഈ വലിയ വിടുതൽ നൽകിയ കർത്താവിന് വലിയ കരഘോഷത്തോടെ മഹത്വ സ്തുതി കൊടുത്ത് ആരാധിക്കട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് കരത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാണ്